അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുൽഖർനൈനിയുടെ രണ്ടാമത്തെ പടയോട്ടത്തെക്കുറിച്ചാണ്, അതായത് അദ്ദേഹത്തിൻ്റെ കിഴക്കോട്ടുള്ള പടയോട്ടമാണ് ഇനിയുള്ള 89 മുതൽ 91 വരെയുള്ള 3 ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത്. സുമ്മ അത്ബഅ സബബ, പിന്നീട് അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു, മറ്റൊരു പടയോട്ടം തുടങ്ങി എന്നർത്ഥം. സബബൻ എന്നാൽ കാരണം എന്നാണ്. ഇവിടെ മാർഗം എന്നും, അതായത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ശക്തിയും കഴിവും അധികാരവും ഉപയോഗപ്പെടുത്തി പുതിയ മറ്റൊരു മാർഗം, വിഭവങ്ങൾ എന്നും സബബിന് പറയാം. അപ്പോൾ ആ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹം പുതിയ പടയോട്ടം നടത്തി. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അദ്ദേഹം നന്ദി കാണിച്ചത് നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് നന്മ പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ പടയോട്ടങ്ങളൊക്കെയും. അശംസി, അങ്ങനെ അദ്ദേഹം സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തെത്തുന്നതുവരെ, ഭൂമിയിൽ കിഴക്ക് ഭാഗത്തേക്ക് അദ്ദേഹം നടത്തിയ പടയോട്ടം പൂർവ്വദിക്കിലുള്ള വിദൂരതയിലെത്തിയപ്പോൾ, അന്ന് കാലത്ത് ആളുകൾ താമസിച്ചിരുന്നതും അള്ളാഹു നൽകിയ ശക്തിയും കഴിവും കൊണ്ട് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞതുമായ കിഴക്കിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു രാജ്യത്തേക്ക് അദ്ദേഹം പടയോട്ടം നടത്തിയെത്തിയപ്പോൾ, മത്ലെ അശംസ് എന്നാൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം, അതായത് കിഴക്ക് ഭാഗം. വജദഹ, അപ്പോൾ അദ്ദേഹം അതിനെ കണ്ടു, സൂര്യനെ കണ്ടു. തത്ലു, അത് ഉദിച്ചുയരുന്നതായി. അലാ ഖൗമിൻ, ഒരു ജനതക്കുമേൽ, ഒരു ജനതയുടെ മുകളിൽ, ഒരു നാട്ടുകാർക്ക് മുകളിൽ. ആ നാട്ടിൽ ഒരു ജനത താമസിച്ചിരുന്നു. അവരുടെ മുകളിൽ അല്ലെങ്കിൽ അവർക്കുമേലെ സൂര്യൻ ഉദിച്ചുയരുന്നത് അദ്ദേഹം കണ്ടു. ലം നജ്അൽ ലഹും, അവർക്ക് നാം ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ആ നാട്ടുകാർക്ക് അള്ളാഹു ആക്കിയിരുന്നില്ല, മിൻ ദൂനിഹ, അതിനെതിരെ, സൂര്യനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ, സിത്ര, ഒരു മറയും. ആ രാജ്യത്തെ ജനങ്ങൾക്കും സൂര്യനും ഇടയിൽ മറയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവരിൽ നിന്ന് സൂര്യനെ മറക്കുന്ന മലകളോ മരങ്ങളോ കുന്നുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാവാം. അല്ലെങ്കിൽ അവർ വസ്ത്രം ധരിക്കാത്തവർ ആയിരുന്നു, സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്തവരായിരുന്നു എന്നുമാവാം. അതുമല്ലെങ്കിൽ അവർ സൂര്യപ്രകാശം തടയാൻ വീടുകളോ മറ്റ് തടസ്സങ്ങളോ താമസിക്കാനായി ഉപയോഗിക്കാതെ പൊതു ഇടങ്ങളിൽ താമസിക്കുന്നവരായിരുന്നു എന്നുമാവാം. ഏതായാലും മറയില്ലാതെ സൂര്യപ്രകാശം അവരിലേക്ക് വന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് അദ്ദേഹം എത്തിയത്. ഏതാണ് ഈ നാട് എന്നൊന്നും പറയുന്നില്ല. എന്നാൽ പരസ്പരം ഷണ്ട കൂടിയിരുന്ന അപരിഷ്കൃതരായ ആളുകളായിരുന്നു അവരെന്നും, അവർ ഭൂമിയിൽ പലയിടങ്ങളിലും അക്രമം നടത്തിയിരുന്നുവെന്നും, ആ അക്രമം അവസാനിപ്പിക്കുവാനാണ് അദ്ദേഹം ആ നാട്ടിലേക്ക് പടയോട്ടം നടത്തിയത് എന്നും ചില ചരിത്രരേഖകളിലുണ്ട്. കദാലിക വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റ, അപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത് എന്താണെന്ന് നമുക്ക് നന്നായി അറിയാമായിരുന്നു. കദാലിക, അപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ ദുൽഖർനൈനിയുടെ വിജയങ്ങളും അദ്ദേഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അദ്ദേഹം നീതിപൂർവം ഉപയോഗിച്ചതുമൊക്കെ ഈ പറഞ്ഞ പ്രകാരമായിരുന്നു എന്നാണ്. വഖദ് അഹത്നാ, തീർച്ചയായും നാം വലയം ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് നന്നായി അറിയാമായിരുന്നു എന്നാണ് അതിനർത്ഥം. ബിമാ ലദൈഹി, അദ്ദേഹത്തിൻ്റെ പക്കലുള്ളതിനെക്കുറിച്ച്. ഖുബ്റ, സൂക്ഷ്മമായ അറിവിനാൽ. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ, അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന അധികാരവും ശക്തിയും അറിവും കഴിവുമൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കിഴക്കും പടിഞ്ഞാറുമായി ഭൂമിയിൽ നന്മ പ്രചരിപ്പിക്കാനുള്ള ദുൽഖർനൈനിയുടെ പടയോട്ടങ്ങളിൽ അദ്ദേഹം ഭൂമിയിൽ കണ്ട വൈവിധ്യങ്ങളും വ്യത്യസ്ത ജനവിഭാഗങ്ങളും ഇവിടെ വിവരിക്കുന്നു. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെയും നീതിയുടെയും പ്രചരണം നടത്തണമെന്നും, അള്ളാഹു നൽകിയ വിഭവങ്ങളെ അതിനായി ഉപയോഗപ്പെടുത്തി പരിശ്രമിക്കണമെന്നുമാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. ഈ അർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു പടയോട്ടത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.